DGP രവാഡ ചന്ദ്രശേഖർ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ആ സമയത്ത് മടങ്ങി വരാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ദിവസം തുടങ്ങുമ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറത്ത് 1 വയസ്സുള്ള കുഞ്ഞ് മരിച്ചത് തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയതിനെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ. മഞ്ഞപ്പിത്തത്തിന് മതിയായ ചികിത്സ ലഭിക്കാത്തത് സാഹചര്യം വഷളാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. 2 ദിവസം മുൻപാണ് കോട്ടയ്ക്കൽ സ്വദേശികളായ ദമ്പതികളുടെ മകൻ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാത്തതിനെ തുടർന്ന് നമ്മൾ സാഹചര്യങ്ങളുടെ ചില ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം, ഒരു ജീവൻ എടുത്തു എന്ന കുറ്റകൃത്യം തന്നെ മാതാപിതാക്കൾ ചെയ്തു എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. ആ കുഞ്ഞിന് ചികിത്സ നൽകാത്തത് അത്ര വലിയൊരു കുറ്റകൃത്യമാണ്. എന്തൊക്കെയാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീജ. വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് ഏകദേശം 1 മാസത്തോളം ആയിരുന്നു. മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ മഞ്ഞപ്പിത്തം തലച്ചോറിനെ ബാധിച്ചതോടെ തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടുന്ന ഒരു സ്ഥിതിയിലെത്തിയതാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് തലച്ചോറിലെ ഞരമ്പുകൾ പെട്ടെന്ന് പൊട്ടുകയും തുടർന്ന് രക്തസ്രാവം ഉണ്ടാവുകയും ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയുടെ മരണം ഉണ്ടായിട്ടുള്ളത്. അതിലേക്ക് നയിച്ചത് 1 മാസത്തോളം, ഏകദേശം ഈ കുട്ടിക്ക് 1 മാസത്തോളം അസുഖം ബാധിച്ചിട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് കാര്യമായ ചികിത്സ നൽകാത്തതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചത്. കുട്ടിക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകിയതായിട്ട് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള ചികിത്സയാണ് നൽകിയിട്ടുള്ളത് എന്നത് അറിയേണ്ടതുണ്ട്. അതിന് ആര് ചികിത്സ നൽകിയെന്നുള്ളത് അറിയേണ്ടതുണ്ട്. കുട്ടിയുടെ കരളിൻ്റെ ഭാഗത്ത് അക്യുപഞ്ചർ ചികിത്സ നൽകിയതായിട്ടുള്ള ചില അടയാളങ്ങളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുവാൻ കുട്ടിയുടെ രക്ഷിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എപ്പോഴാകുമെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ കുറച്ച് ലാബ് പരിശോധനാ ഫലങ്ങൾ കൂടി വരേണ്ടതുണ്ട്. കുട്ടിയുടെ ആന്തരിക അവയവങ്ങളും മറ്റും പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നതിന് ശേഷമാകും ഒരുപക്ഷെ ഈ രക്ഷിതാക്കളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോവുക. ഇത് മതിയായ ചികിത്സ കുട്ടിക്ക് ലഭിക്കാത്തതാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. കാരണം സാധാരണ മഞ്ഞപ്പിത്തം മൂർച്ഛിക്കുമ്പോൾ അപൂർവമായിട്ട് മാത്രമാണ് അത് തലച്ചോറിലേക്ക് വ്യാപിക്കുന്നതും അതിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നത്. രക്തക്കുഴൽ പൊട്ടുന്നൊരവസ്ഥ ഈ ഒരു മഞ്ഞപ്പിത്തത്തിൽ അത്ര സാധാരണയായിട്ടുള്ളതല്ല. അതിന് വഴിവെച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ ചികിത്സ നൽകാത്തതും മരുന്ന് നൽകാത്തതും ഒക്കെ തന്നെയാണെന്ന് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താനാകും. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും അത്തരത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഇനി പ്രധാനം ലാബ് പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. ഏതെല്ലാം തരത്തിൽ ഈ കുട്ടിയുടെ ശരീരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു വിശകലനം ഈ ലാബ് പരിശോധനാ ഫലങ്ങൾ കൂടി, ആന്തരികവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷമേ നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുവരേക്കും മറ്റ് തരത്തിലുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും. അതിനുശേഷമാകും ഒരുപക്ഷെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർക്ക് എതിരെയുള്ള നടപടികൾക്ക് ആലോചന തുടങ്ങുകയും ചെയ്യുക. എന്താണെങ്കിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മലപ്പുറത്ത് ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് എതിരെ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാമോ അത്തരത്തിലുള്ള നടപടികളെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. ഇതിൽ ഈ ഒരു രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും അക്യുപഞ്ചർ ചികിത്സ എന്നതിനപ്പുറം ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സ നൽകാനോ കുട്ടിക്ക് വേണ്ട സമയത്ത് പരിചരണം നൽകുവാനോ അവർ ശ്രദ്ധിച്ചില്ല എന്നത് തന്നെയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇത് അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്, ആശങ്കയുണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് തീർത്തിരിക്കുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. പെൻറ്റാവലൻ വാക്സിനൊക്കെ ഹെപ്പറ്റൈറ്റിസ് B അടക്കമുള്ള അസുഖങ്ങൾക്കുള്ള വാക്സിനാണ്. ഈ വാക്സിൻ നിഷേധം എന്ന് പറയുന്നത് ഒരു വലിയ വിപത്തായി തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇര ഇതിന് ആദ്യമായി തന്നെ വരുന്നത് എന്നുകൂടി പറയേണ്ടി വരും ഈ സമയത്ത്. അനുമോദ്, ഇവർ പിന്തുടർന്ന് വന്നിരുന്ന വിശ്വാസ പ്രമാണങ്ങൾ അതെന്തുമാവട്ടെ, പക്ഷെ ഒരു കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു എന്ന് പറയുന്നത് കൃത്യമായി ഈ സമാനമായി ഇത് ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജിലുമൊക്കെ കണ്ടിരുന്നു. അതുകൂടി ഈ സമയത്ത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ?
തീർച്ചയായും അശാസ്ത്രീയതയാണ് പ്രചരിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ എല്ലാ തരത്തിലും ശാസ്ത്രവിരുദ്ധതയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. കുട്ടിയുടെ ആ ജനനം മുതൽ അവരുടെ അത്തരത്തിലുള്ള പ്രചാരണം തുടങ്ങുകയാണ്. കുട്ടിയെ അവരുടെ അശാസ്ത്രീയതയ്ക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും ഒരു തെളിവാക്കി അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തുവാക്കി ഒരു പരസ്യമാക്കിയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കാൻ വിമർശിക്കാവുന്ന തരത്തിലാണ് അവരുടെ മുൻകാല ചെയ്തികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശാസ്ത്രീയമായിട്ട് നൽകേണ്ട ഒന്നും നൽകാതെ അത് പ്രകൃതി നൽകുന്നതാണ്, അത് അത്തരത്തിൽ തന്നെ സ്വീകരിക്കണമെന്ന തരത്തിലുള്ള ഒരു വാദമൊന്നും ഈ ആധുനിക കാലത്ത് അംഗീകരിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. കാരണം ഓരോ ജീവനും അത്രമാത്രം വിലപ്പെട്ടതാണ്. മാത്രമല്ല ഇവർ ചെയ്യുന്നതിനെ പിന്തുടർന്ന് എത്ര പേർ ഇതിൻ്റെ വഴി നടന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ 3 മാസങ്ങൾക്ക് മുൻപ് ആ പെരുമ്പാവൂർ സ്വദേശിനിയായ യുവതി മലപ്പുറത്ത് പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിലും ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനൊക്കെ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് തന്നെ വിലയിരുത്തുന്നത്. കാരണം ഇവർ മീൻകറി വെക്കുന്നതിനിടെ പ്രസവിച്ചു എന്ന തരത്തിൽ പ്രസവം അത്രമാത്രം ലാഘവമാണെന്നും അത്രമാത്രം വളരെ ലളിതമാണെന്നും ഇത് വീട്ടിൽ തന്നെ ചെയ്യേണ്ടതാണെന്നും ഒരു തരത്തിലും ആശുപത്രിയുടെ ആ സ്വാധീനങ്ങളിൽ പെടേണ്ടതില്ലെന്നും അത്തരത്തിൽ ഒരു വഴിയും സ്വീകരിക്കേണ്ടതില്ലെന്നും വലിയ തോതിൽ തന്നെ ആഹ്വാനം ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളായിരുന്നു ഇവരുടെ ഉണ്ടായിരുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിന്തുടർന്ന് ഒരുപാട് പേർ അതിൻ്റെ വഴി നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കൊല്ലത്ത് വെച്ച് അത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ചവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വരെ നടക്കുന്ന സാഹചര്യം കണ്ടത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുന്നത് അവരുടെ ശൈലിയിലുള്ള പ്രചാരണം നടത്തിയപ്പോൾ അത് ഒരുപാട് ജീവനുകൾക്ക് ഭീഷണിയാവുന്ന സാഹചര്യം തീർത്തിട്ടുണ്ട് ഇപ്പോഴെന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ഇരയായത് അവരുടെ സ്വന്തം കുഞ്ഞാണ് എന്നുള്ളതാണ് അതീവ ദുഃഖകരമായ ഒരു കാര്യം. ശ്രീജ, ശരിയാണ് അനുമോദ്, വളരെ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് മാതാപിതാക്കൾ പിന്തുടർന്നു വന്ന തെറ്റായ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. പുരോഗമനപരമായ ഒരു സമൂഹം അതിനെതിരെ തിരിയേണ്ടതുണ്ട്. ഇത് ഇന്ന് ഹോസ്പിറ്റലുകളിലെ എല്ലാവിധ സാങ്കേതിക വിദ്യകളോടും കൂടി മാത്രം നടക്കുന്ന പ്രസവം എന്ന പ്രക്രിയ വളരെ സിമ്പിളായി വീട്ടിൽ നടക്കുമ്പോൾ കൂടെയുള്ള ഉമ്മമ്മയ്ക്കോ നവാസ്കയ്ക്കോ യാതൊരു ആശങ്കയോ പേടിയോ ഇല്ലായിരുന്നു എന്നത് ആശ്വാസം നൽകി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രകൃതിപരമായ പ്രവർത്തനത്തിലുള്ള വിശ്വാസവും അടിയുറച്ച തീരുമാനവും മനസ്സിനെ ഒരു തരി പതറാതെ നിർത്തുകയും പടച്ചവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി കഴിയുകയും ചെയ്തു. ഈ കുട്ടി ഹിര എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ ഫേസ്ബുക്കിൽ തൻ്റെ പ്രസവത്തെക്കുറിച്ച് കുറിച്ചതാണിത്. ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക് എന്തും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അത് അശാസ്ത്രീയതയാണെങ്കിൽ, അത് ഒരുപാട് പേരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി നിയമത്തിൻ്റെ മുന്നിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. ഇത് കണ്ട് എത്രയെത്രയോ സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കാൻ താല്പര്യപ്പെടുകയോ നിർബന്ധിതരാവുകയോ ചെയ്തു എന്നതാണ് അതിലേറെ ഞെട്ടിക്കുന്ന വാർത്ത. ഇതൊരു വലിയ നെറ്റ്വർക്കായി തന്നെ വളർന്നു വലുതാവുകയും നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇവരെയൊക്കെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി പോരാളികൾ എന്ന രീതിയിൽ ആദരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ശാസ്ത്രം മനുഷ്യൻ്റെ സഹായത്തിനെത്തുന്ന കാലമാണ്. ചികിത്സ എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കാനാണെങ്കിൽ അത് നിർബന്ധമായും അതിന് വിധേയരായേ തീരൂ എന്ന അവസ്ഥയുള്ള കാലമാണ്. ആ കാലത്താണ് ഇത്തരം അശാസ്ത്രീയത കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ കുഞ്ഞിന് വേണ്ട ചികിത്സ നൽകിയിരുന്നില്ല, അതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതിലേക്ക് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. ഇനി നമ്മുടെ ആശുപത്രികളുടെ സ്ഥിതിയിലേക്ക്. നമ്മുടെ ആശുപത്രികളിൽ ഒരു വിസിൽ ബ്ലോവർ, ഒരു ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞാൽ ഒരു ആശുപത്രിയിലെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്തെ പല ആശുപത്രികളിലും സമാനമായ സ്ഥിതിയുണ്ട്. ചികിത്സ വേണ്ടതാർക്ക്? ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വാസ്തവമുണ്ടെന്ന് തന്നെയാണ് പ്രാഥമിക കണ്ടെത്തൽ. ഇന്നലെ ആശുപത്രിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ ഹാരിസ് ഹസനിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഡോക്ടർ ഹാരിസ് ഏതൊരു നിവൃത്തികേടിൽ നിന്നാണ് ഇങ്ങനൊരു പോസ്റ്റുമായി എത്തിയത് എന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗികളായ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാവുന്നവർ പറഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ അന്വേഷണത്തിലും അദ്ദേഹം പറഞ്ഞത് ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഈ അന്വേഷണത്തിൽ?
യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം ഉണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് ഈ വിദഗ്ധ സമിതി എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി വീണ ജോർജ് തന്നെ ഈ ഹാരിസ് തറക്കലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സിസ്റ്റത്തിന്റെ പിടിപ്പുകേടാണ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതെന്ന് വ്യക്തമാക്കി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലേക്ക് ഈ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സമാനമായ തരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് നിലനിൽക്കുമ്പോഴും സങ്കേതമായ, അതായത് സ്വകാര്യ ആശുപത്രികളിൽ വലിയ തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാകുന്ന ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്താനുള്ള ഒരു സംവിധാനങ്ങളുണ്ട് എന്നതൊരു നേട്ടമായും ഈ വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംവിധാനത്തിലെ പാകപ്പഴകൾ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ അപ്പാടെ ഈ സംവിധാനത്തിന്റെ തകരാറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണമായ സമഗ്രമായ പൊളിച്ചെഴുത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന സൂചന നൽകുന്ന വിശദാംശങ്ങളാണ് വിദഗ്ധ സമിതി ഇന്നലെ നടത്തിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സന്ദർശനത്തിലൂടെ എത്തിയിരിക്കുന്ന ഒരു നിഗമനമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറായിരിക്കും ആരോഗ്യമന്ത്രിക്ക് ഈ അന്തിമ റിപ്പോർട്ട് ഈ ആഴ്ച അവസാനത്തോടെ കൈമാറുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഏറ്റവും കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ദേശീയ ഡോക്ടർമാരുടെ ദിനമാണ്. തങ്ങളുടെ ജീവിതം മുഴുവൻ, സത്യത്തിൽ ഒരു ഡോക്ടറുടെ ജീവിതം എന്ന് പറയുമ്പോൾ പഠനം തൊട്ട് പിന്നീടുള്ള കാലം മുഴുവൻ ചികിത്സയ്ക്കും രോഗികൾക്കുമായി സമർപ്പിക്കുന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം. നമുക്കറിയാം, ഏത് ഡോക്ടറായാലും ഏത് സമയത്തും ഫോണിൽ വിളിച്ചാൽ നമ്മുടെ രോഗികൾക്ക് അവർ അവൈലബിൾ ആയിരിക്കും. എന്താവശ്യം വന്നാലും അവർ ആശുപത്രിയിൽ എത്തും. അങ്ങനെ ജീവിതം തന്നെ ഇങ്ങനെ ഒരു സേവന സന്നദ്ധമായ കരിയറിന് വേണ്ടി മാറ്റിവെച്ച ആളുകളാണ് നമ്മുടെ ഡോക്ടർമാർ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇതിൽ പുഴുക്കുത്തുകളില്ലെന്നല്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പെരുമാറിയ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഡോക്ടറെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഡോക്ടർ ഹാരിസ് ഹസനെ പോലെ ഒരു മികവുറ്റ ഡോക്ടർ, പ്രതിഭാധനനായ, ജീവിതം തന്നെ അതിനായി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഡോക്ടർ ഇങ്ങനെ ഒരു പ്രശ്നം തുറന്നു പറയുന്നതിലൂടെ അദ്ദേഹം വാർത്തയുടെ കേന്ദ്രമായി മാറുക മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം ഈ സിസ്റ്റത്തിൻ്റെ ശത്രുവായും ഇനി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ, ഈ സിസ്റ്റം ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ ഓർക്കാം, അവരുടെ സേവനത്തെക്കുറിച്ച് ഓർക്കാം. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ ടു ഓൾ ദ വണ്ടർഫുൾ ഡോക്ടേഴ്സ്. നമ്മുടെ ചുറ്റുമുള്ള നമുക്കറിയാവുന്ന എല്ലാ ഡോക്ടർമാർക്കും ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ ആശംസകൾ നേരാം. അപ്പോഴും നമ്മുടെ അന്വേഷണം തുടരുകയാണ്. ഇവിടെ മാത്രമല്ല, ഈ പ്രശ്നങ്ങൾ പലയിടത്തുമുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാണ് ഇവിടെ വന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇനി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. 6 വിഭാഗങ്ങളായി 27 ഡോക്ടർമാരുടെ ഒഴിവുകളാണ് ആലപ്പുഴയിലുള്ളത്. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ഒറ്റ ഡോക്ടർ മാത്രം. ആകെയുള്ള ചൊവ്വാഴ്ച ദിന ഒപിയിൽ ആദ്യം എത്തുന്ന 150 രോഗികൾക്ക് മാത്രമാണ് ഡോക്ടറെ കാണാൻ അവസരം. വർഷം കൊണ്ട് ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കും. നമ്മളെ നിവൃത്തിയുണ്ടെങ്കിൽ പോയി പ്രൈവറ്റ് ആയിട്ട് ചെയ്യത്തില്ലേ. ഇപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇങ്ങനെ കിടക്കും, വിടും, പോവും, വരും, ഇതൊക്കെ തന്നെ ഉള്ളു. ഇത് വർഷങ്ങളല്ലേ? അതെ അതെ. ബാക്കിയൊക്കെ പുറത്ത് മേടിക്കാൻ പറയാം. ഞങ്ങൾ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഹാർട്ട് മാറി വെക്കേണ്ട ആളാണ്. രാവിലെ വന്ന് ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കണം. പിന്നെ ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അകത്ത് പോയി വേറെ ക്യൂ നിൽക്കണം. പിന്നെ പ്രഷറിന് ക്യൂ നിൽക്കണം. പിന്നെ ഡോക്ടറെ കാണാൻ നിൽക്കണം. അവിടുന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് മരുന്ന് കിട്ടത്തുള്ളൂ. അവിടെ മരുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. നിലവിലുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഡോക്ടർമാർ നിയമിക്കപ്പെട്ടാൽ പോലും ചികിത്സാ രംഗത്ത് മറ്റ് ആശുപത്രികളില്ലാത്ത ജില്ലയിൽ അത് അപര്യാപ്തമായ അവസ്ഥയാണ്. രോഗനിർണയത്തിന് നിർണായക പങ്ക് വഹിക്കേണ്ട റേഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് വിഭാഗങ്ങളിലായി 5 ഒഴിവുകളാണ് റേഡിയോളജിയിൽ നിലനിൽക്കുന്നത്. ജനറൽ സർജറി വിഭാഗത്തിൽ 18 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വേണ്ടെടുത്ത് ആകെയുള്ളത് 9 പേർ മാത്രമാണ്. ഓരോ കാര്യത്തിനും, ഓരോ സ്റ്റാഫിന്റെ കാര്യത്തിനും അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും, അവരെ പറയാം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ആരും നമ്മളോട് സഹായിക്കാനില്ല ഇവിടുത്തെ സ്റ്റാഫുകൾ. ഞാൻ അമ്മയെ ഒരു ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സിഗ്നോട് ഞാൻ പറഞ്ഞു. അന്നേ പറയാ, അവരോട് പറഞ്ഞപ്പോൾ പറയും മറ്റവരോട് പറയാം നിന്റെ പണി പോയി നോക്കാൻ. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണ് പരിതാപകരം. ആകെ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ രാജിവെച്ച് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. പിന്നെയുള്ള ഒരു ഡോക്ടർക്കാകട്ടെ ഒപിയിൽ പരിശോധിക്കാൻ കഴിയുന്നത് 150 രോഗികളെ മാത്രം.
300 മുതൽ 350 രോഗികൾ വരെ ദിവസേന എത്തുന്ന ഒപിയിൽ ആദ്യം എത്തുന്നവർക്ക് മാത്രമാണ് പരിഗണന. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണ് ഉള്ളത്. ഏറ്റവും അധികം തിരക്കേറിയ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ 6 ഒഴിവുകളാണ് നികത്താനുള്ളത്. ന്യൂറോളജിയിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും രാജിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ദേശീയപാത ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്ന ഇടത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ പരിക്കേറ്റെത്തുന്നവരുടെ എണ്ണം ധാരാളമാണ്. ആശുപത്രിയിൽ വയറിൽ ആന്തരിക രക്തസ്രാവവുമായി എത്തിയ ആളുകളെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ആളില്ലാത്തതുകൊണ്ട് ജീവൻ പണയം വെച്ച് അടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ്. ഹൗസ് സർജന്മാർ കൂടി ഇല്ലാതായതോടെ അതീവ ദയനീയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇന്നത്തെ ദിവസം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ഡോക്ടർമാർ പ്രതിഷേധ ധാരണ സംഘടിപ്പിക്കും. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം. ആരോഗ്യ മേഖല സംവിധാനത്തിന്റെ പ്രശ്നത്തിന് ഡോക്ടർമാരെ പഴിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സാധാരണ ഡോക്ടേഴ്സ് ദിനത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ വലിയ ആഘോഷങ്ങൾ നടത്താറുള്ളതാണ് ഡോക്ടർമാർ. എന്നാൽ ഇത്തവണ വലിയ പ്രതിഷേധത്തിലേക്കാണ് KGM-CTA പോകുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഡോക്ടർമാരുടെ ദിനം അവർക്കൊക്കെ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. അവരുടെ സർവീസിനെ, അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ മറ്റുള്ളവരും അവരും തന്നെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസമാണ്. പക്ഷേ ഡോക്ടർ ഹാരിസ് ഹസൻ ഒരു വിസിൽ ബ്ലോവറായി ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞൊഴിയുമ്പോഴും ആ സിസ്റ്റം കറക്റ്റ് ചെയ്യാൻ പറ്റാതെ ആ സിസ്റ്റത്തിന്റെ പിഴവിന് മുഴുവൻ ഉത്തരവാദിത്വം പറയേണ്ടി വരുന്ന ഒരു ഡോക്ടറാണ് എന്ന നിലയ്ക്ക് അവർ ആ പ്രശ്നം ഉയർത്തിക്കാണിച്ചൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എങ്ങനെയൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ KGM-CTA സംഘടിപ്പിക്കുന്നത്? ശ്രീജ, സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇത്തരത്തിൽ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസും ഇന്ന് പ്രതിഷേധമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഡോക്ടർമാരുടെ രീതിയിലും ഒരു പ്രതിഷേധമുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഡോക്ടർ ഹാരിസ് ഉയർത്തിക്കാട്ടിയത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ, അവിടെ കൃത്യമായിട്ട് രോഗികൾക്ക് ചികിത്സ കിട്ടുന്നില്ല, അവിടെ മെഡിക്കൽ ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയ പോലും മുടങ്ങുന്ന സാഹചര്യമാണെന്ന തരത്തിലൊക്കെ വലിയ വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വലിയൊരു അലംഭാവം രോഗികളുടെ മേൽ കാണിക്കുന്നതെന്ന ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. ഇതൊരു സിസ്റ്റത്തിന്റെ ഒരു വീഴ്ചയാണെങ്കിൽ അത് ശരിയാക്കേണ്ട, അല്ലെങ്കിൽ രോഗികളെ കൂടുതൽ പരിഗണന നൽകേണ്ട ഒരു ഉത്തരവാദിത്തം അത് നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ലേ? എന്തുകൊണ്ടാണ് ഡോക്ടർമാർ പല തവണയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പരാതികൾ ഉന്നയിച്ചിട്ടും ഒരു നടപടി സ്വീകരിക്കാതെ സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതിനെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മുടെ രോഗികളുടെ അവിടെ മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൽ ഒരു അടിയന്തരമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഡോക്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഉടനെ തന്നെ പരിഹരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരത്തിലേക്ക്, ഒരു പ്രതിഷേധത്തിലേക്ക് ഡോക്ടർമാരും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം ഇന്ന് ഉണ്ടാകും. രാവിലെ 10 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ കോൺഗ്രസിന്റെ ഒരു ഉപരോധ സമരം ഉണ്ടാകും. അത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സാഹചര്യം, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ആരോഗ്യ മേഖല അത് വെന്റിലേറ്ററിലാകുന്ന ഒരവസ്ഥയിലേക്കാണ് മാറുന്നത്. എന്തുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ ഇതിന് വേണ്ട രീതിയിലുള്ളൊരു നടപടി സ്വീകരിക്കാത്തതെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. ഇത് ഈ ഹാരിസ് എന്നൊരു ഡോക്ടർ മാത്രമല്ല, ഇതുപോലെ നിരവധി ഡോക്ടർമാർ പരാതിയുമായും അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഒരു വിഷമം ഇതുപോലെ സൂപ്രണ്ടുമാരെയും അല്ലെങ്കിൽ ഉയർന്ന ഡോക്ടർമാരെ ഒക്കെ അറിയിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിലൊരു നടപടി സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. നേരത്തെ ആലപ്പുഴയിൽ നിന്നൊക്കെ നമ്മൾ കേട്ടതിൽ രോഗികളുടെ നിസ്സഹായാവസ്ഥ, അവർ കയ്യിൽ കാശില്ലാണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. പക്ഷെ അവിടെ വരുമ്പോഴും അവർക്ക് നേരിടുന്ന അവഗണന, അതിനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ ഉയർത്തിക്കാട്ടുന്നത്. ഒപ്പം ഈ നമ്മുടെ ഡോക്ടർമാരുടെ അവരുടെ ഈ ഒരു ദിവസം പോലും അവർ ആഘോഷിക്കാതെ അവർ നേരിടുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ അതുടനെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഇറങ്ങുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രീജ.
സതീഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. Honorable Chief Minister and Government of Kerala for having given this opportunity to serve the people of Kerala. As you all know, Kerala Police is a very professional police force which has been doing a wonderful job. And my predecessors and my colleagues have been doing a great job here. We would like to continue the same trend. Kerala Police per se has been concentrating on the main key areas of focus will be definitely the anti-drug bribe. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഇപ്പോൾ ഉപദ്രവമായിട്ട് മാറുന്നത് ഈ ഡ്രഗ്സിൻ്റെ പ്രഭാവമാണ്. അതിനെ നേരിടാനുള്ള ഒരു നയം ഒരു പ്രത്യേകമായിട്ട് ഇത് നമ്മൾ എടുക്കും. അത് നടക്കുന്നുണ്ടും അതിന് കുറച്ചുകൂടെ ശക്തമായിട്ട് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ക്രമസമാധാന പാലനത്തിലൂടെ കേരള പോലീസ് വളരെ മുന്നോട്ടുണ്ട്. നമ്മുടെ ഈ ആന്റി ഗുണ്ട സ്ക്വാഡ്സും പിന്നെ അവരുടെ പ്രവർത്തനം മെച്ചമാക്കിയിട്ട് നമ്മൾ ക്രമസമാധാനത്തിന് ശക്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. And we also would like to maintain the communal harmony by being a very proactive police force and by liaising with the community, by involving the community. We will like to do the maintain the communal harmony in the society. Yeah. Secondly, the cyber crimes is one area where which is being impacting almost all the sections of society. അതിനെ കൂടെ നേരിടാൻ വേണ്ടിയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കും. അതിലെ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള നടപടി എടുത്തിട്ട് സൈബർ ക്രൈമിലെ ഉള്ള അവരുടെ ആളുകളിനെ ശക്തിയായിട്ട് നേരിടണം. അറ്റ് ദ സെയിം ടൈം ജനങ്ങൾക്ക് ഒരു സുരക്ഷ സൈബർ അപരാധികളിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും. Finally, the behavioral toward the public, as you are all aware, Kerala Police is generally known to be a very cordial and well-mannered police force. We will try and improve further our soft skills and see that we do the best service to the public, mainly the common man. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും താഴെക്കെട്ടുള്ള ആളുകൾക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയും അവർക്ക് നീതി കിട്ടാനുള്ള ഒരു ഭാഗം ഞങ്ങളുടെ ഭാഗത്തു വേണ്ടി ശ്രമം ഉണ്ടാവും. There are a few things which I would like to add from at the outset. ഇത് വളരെ ഹാപ്പി ആയിട്ട് മൂവ്മെന്റ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ചാലഞ്ചിങ് ജോബാണ്. ഇതിൽ എൻ്റെ സഹപ്രവർത്തകരുടെ സഹായപ്പെടും, പിന്നെ ജനങ്ങളുടെ സഹായത്തോടും നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഉറപ്പുണ്ട്. As on today, these are the main challenges, definitely. ബാക്കിയുള്ളതെല്ലാം പോലീസിംഗ് ഇസ് എ വെരി ഡൈനമിക് ജോബാണ്. അതിലപ്പം വരുന്ന പ്രകാരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് മയക്കുമരുന്ന് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷൻ ശക്തമായി അതില് നമ്മൾ ഒരെണ്ണം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിന് റിവ്യൂ ചെയ്തിട്ട് ശക്തമായി മുന്നിൽ കൊണ്ടുപോകണം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക ശ്രമം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ഫാമിലി പാർട്ടിസിപ്പേഷനും ഉൾപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ അവയർനെസ് കൂട്ടുക, ഈ മയക്കുമരുന്നിനെ ഉപയോഗത്തിന് കുറയ്ക്കാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ളത് ചെയ്യുക. Then along with that, very strong action against those who are indulging in the perpetrators, basically any peddlers and others will be definitely handled with. മനസ്സിലായില്ല. അല്ല, അത് നമ്മളൊക്കെ ആക്ച്വലി അൺഡൗട്ടഡ്ലി ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നടപടി ഉണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് വിൽ ഗോ ഹെഡ് ജസ്റ്റ് ചാർജ് അതിനെ മുന്നോട്ട് പോകുന്നത്.
സാറിന് പോകുമ്പോഴുള്ള അവസ്ഥയും കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ദിവസവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും കോടതി പോസ്റ്റുകളൊക്കെ ചില പ്രശ്നങ്ങൾ പറയുന്നു. ഐ ബിയിൽ ഇതാണ് കേരളത്തിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? അല്ല, ഈ പൊതുവെ കേരളത്തിലല്ല, പൊതുവെ ഡ്രഗ്സിന്റെ പ്രഭാവം നമുക്ക് ദേശമൊട്ടും കാണുന്നതാണ്. പല സംസ്ഥാനങ്ങളിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതിന്റെ എഫക്ട് യു കുഡ് സീ മോസ്റ്റ് ഓഫ് ദ സെക്ഷൻസ് ഹാവ് ബീൻ എഫക്റ്റഡ്. സ്കൂൾസ്, കോളേജസ്, യുവാക്കളും പിന്നെ മറ്റേ അന്യ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ബീങ് എഫക്റ്റഡ്. തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിലേക്ക്. സർ, ഈ പോലീസ് ഭയങ്കര സൗഹാർദ്ദപരമായി പെരുമാറുന്നു പറയുമ്പോഴും ചില മേഖലകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലും ആളുകൾക്ക് ദുരനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു, കൂടുതൽ വാർത്തകൾ വരികയും ചെയ്ത സാഹചര്യം. അത് ഒഴിവാക്കാൻ ഈ തരത്തിലുള്ള ഇടപെടലായിരിക്കും. രണ്ട് കാര്യങ്ങൾ ചെയ്യാം അതിൽ. ഒരെണ്ണം നമ്മൾ പരിശീലനം, പിന്നെ ശിക്ഷണം കൂട്ടുക, പിന്നെ ഏതെങ്കിലും അങ്ങനെ മോശമായിട്ട് പെരുമാറ്റമുണ്ടെങ്കിൽ അതിനെ തക്കതായ നടപടിയെടുക്കുക. രണ്ടും ചെയ്യണമാണ്. സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നമ്മൾ ഒരു സ്ട്രോങ്ങായി കൊണ്ടുപോകുന്നതാണ്. സ്ത്രീകൾക്കെതിരായ പ്രശ്നമുണ്ട്. അതിനെന്താണ് See, any crime against women is a very serious matter. അത് നമ്മൾ ശക്തമായിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. അത് വളരെ ദ്രുതമായിട്ട് ഫാസ്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ നോക്കുന്ന അതിലേക്ക് ഒരു റിവ്യൂ ചെയ്തിട്ട് ആക്ഷൻ എടുക്കുന്നു. പോലീസിന്റെ കാക്കി യൂണിഫോം ഉള്ളത് ഇപ്പൊ സിനിമക്കാർക്ക് വെച്ചിട്ട് ഒരുപാട് നേട്ടങ്ങൾ പലരും കൊള്ളുന്നു. അതിൽ അനുഭവിച്ച ഒരു രീതിയിലാണ് ഞാൻ. സാറേ, അന്ന് 2008-10-2021 ഞാൻ മുഖ്യമന്ത്രി കൊടുത്ത് പരാതി. ഒരു ഫോട്ടോ കൂടി മനസ്സിലാക്കുക. 30 വർഷം കാക്കിയിട്ട് അനുഭവിച്ച ഒരുപാട് വേദനയോട് പറയാം. അത് നോക്കാം, തീർച്ചയായിട്ടും നോക്കണം. 3 വർഷം ഇത്ര കാലം 30 കൊല്ലം ഞാൻ അനുഭവിച്ച വേദന സാർ. ഞാൻ മീഡിയയിലെ വക്താവാ. തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി ഇതാ. തീർച്ചയായിട്ടും അത് ഞാൻ പരിശീലിക്കാം അതിന്. കാരണം അതിന്റെ സ്ട്രെസ്സും അങ്ങനെ കാര്യങ്ങളാണെങ്കിലും അത് ഔദ്യോഗികപരമായിട്ട് ഇതിൽ ജോബ് പെർമനന്റ് സ്ട്രെസ് ആണെങ്കിൽ അതിൽ ഹൗ ഡു വി ഹാൻഡിൽ ഇറ്റ് നമ്മൾ ടേക്കപ്പ് ചെയ്യാൻ. അതിന് ഓൾറെഡി കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ഉപയോഗിച്ചിട്ട് നന്നാക്കി പറ്റുന്നത്. ഫിനാൻഷ്യൽ ഫ്രോഡിന്റെ കാര്യം താങ്കളുടെ കമ്മീഷൻ സമയത്ത് അത് ഓർഡർ ഫോർഡിംഗ് പോലെയുള്ള അതിന് മാറ്റം വന്നിട്ടില്ല. അപ്പൊ അതിന് ക്രൈംബ്രാഞ്ചിലൊരു എക്കണോമിക് വിഭാഗമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രശ്നം ഇപ്പം ഈ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതും കൃത്യമായിട്ടുള്ള പലപ്പോഴും ഈ ഫിനാൻഷ്യൽ ഫ്രോഡിന്റെ കൃത്യമായി പ്രോസിക്യൂഷൻ നടന്നതിന് ശേഷം ശിക്ഷ വരുന്നില്ല. അതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങിയിട്ട് വീണ്ടും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ഈ ഫിനാൻഷ്യൽ ഫ്രോഡ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ തട്ടിപ്പുകളിലൂടെ പലപ്പോഴും സൈബറിലായാലും അല്ലാതെ. പക്ഷെ അവിടെ ഈ ശിക്ഷിക്കപ്പെടാത്തൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പർട്ടിക്കുലർ കേസുകൾ ഏതെങ്കിലും ഉണ്ടോ അതിൽ നോക്കിയിട്ട് അത് അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും കൂടെ ശ്രദ്ധിച്ച് ചെയ്യിപ്പിക്കാനുള്ള ആവശ്യം നിർദ്ദേശിക്കുന്നത്. ശേഷം പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. എസ്പെഷ്യലി കണ്ണൂരെ പറഞ്ഞ സ്ഥലത്ത് ഫസ്റ്റ് പ്രോഗ്രാം പങ്കെടുക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പം സീനിയർ CBI അതിന്റെ ഡിസ്കഷൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് പഴയ സംഭവങ്ങൾ. അപ്പം അതെങ്ങനെയാണ് സാറ് കാണുന്നത്? തിരിച്ച് പോലീസ് മേധാവിയായി വരുന്നത്? I have no comments to offer on that one. Okay. Thank you very much. Okay. Thank you. Thanks for all your cooperation. Thank you. വാട ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയായിരുന്നു. കേരളത്തിൻ്റെ 41ാമത് പോലീസ് മേധാവിയായാണ് റവാഡ ചന്ദ്രശേഖർ IPS ചുമതലയേറ്റത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം
1991 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്, കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. തലശ്ശേരി ASP ആയി സർവീസ് തുടങ്ങിയ അദ്ദേഹം ഇപ്പോൾ ഇതാ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്നലെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചുമതല ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 7 മണിയോടെ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തി ചുമതലകൾ ഏറ്റെടുത്തത്. അദ്ദേഹം ചുമതല ഏറ്റെടുത്തു, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഡാൻ, പക്ഷെ അതിൽ ശ്രദ്ധിച്ചത് ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദം, ഒരു പരാതിക്കാരന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി. എങ്ങനെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി? അത് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന സൂചനകളാണുള്ളത്. ആരാണ് എന്ന് കൃത്യമായ വിവരങ്ങളില്ല. പക്ഷേ വളരെ നാടകീയമായാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനിടയിൽ അതിനിടയിൽ കയറി ഞങ്ങളുടെ വേദനകൾ കൂടി കാണാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് യാതനകളുടെ ഇരയാണ് ഞാനെന്ന് പറഞ്ഞ ചില പാംഫ്ലെറ്റുകൾ അടക്കം സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരെ ഉയർത്തി കാണിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. തുടർന്ന് നാടകീയമായ ഒരു രംഗമായി അത് മാറുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തെ ബലമായി ഇവിടെ നിന്ന് ഈ ഓഫീസ് കോൺഫറൻസ് റൂമിന് പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ അവിടെ നിന്നും അദ്ദേഹം വലിയ ശബ്ദം ഉയർത്തിക്കൊണ്ട് താൻ ഈ യാതനകളുടെ ഇരയാണ്, അത് ജനങ്ങൾ അറിയുക തന്നെ വേണമെന്ന് ഉറക്കെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇവിടുന്ന് പുറത്തേക്ക് നീക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ പരാതി എന്താണ് എന്ന് പരിശോധിക്കാം എന്ന് വാർത്താ സമ്മേളനത്തിനിടയിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായതാണോ അതോ മാധ്യമപ്രവർത്തകരാണ് എന്ന് ചമ്മഞ്ഞ് ഇതിനകത്തേക്ക് അദ്ദേഹം കയറി വന്നതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ പോലീസ് നയം വ്യക്തമാക്കിയ ശേഷം ഇപ്പോൾ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഡാൻ, അദ്ദേഹത്തിന്റെ നയം എന്നത് സംസ്ഥാനം ഇപ്പോൾ പിന്തുടർന്നു വരുന്ന മയക്കുമരുന്നിനെതിരായ പോരാട്ടം തുടരുമെന്നതാണ്. നമ്മളിപ്പോൾ ആ നാടകീയമായ ആ മൊമെന്റിലേക്ക് ഒരിക്കൽ ഒരുപാട് നേട്ടങ്ങൾ പലരും വരുന്നു. അതിൽ അനുഭവിച്ച ഒരു രീതിയാണ് ഞാൻ. അന്ന് 2008-10-2021 ഞാൻ മുഖ്യമന്ത്രി കൊണ്ട് വരാൻ ഞാൻ ഒരുപാട് കൂടി കണ്ടിട്ടുണ്ട്. 30 വർഷം താക്കീട്ട് അനുഭവിച്ച ഒരുപാട് വേദനയോട് പറയാം. ഇത്ര കാലം 30 കൊല്ലം ഞാൻ അനുഭവിച്ച വേദന ഞാൻ മീഡിയന്റെ വക്താവാ. ഇതിന്റെ ഒരു മറുപടി ഇതാ. സംസ്ഥാനത്തിലെ പുതിയ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ IPS മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്?
കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ തെറ്റുകൾ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധിയിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തും. സർക്കാർ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവം പരിഹരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പ്രതിഷേധ പരിപാടി. കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതിമാരുടെ മരണം ആത്മഹത്യയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബാഹ്യ ഇടപെടൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് ഫോറൻസിക് സർജൻ പോലീസിന് നൽകിയ മൊഴി. ഇന്നോവ കാറിൽ ബ്ലേഡ് പലിശ സംഘമെത്തി വിഷ്ണുവിനെ മർദ്ദിച്ചു എന്ന ആരോപണവും സ്ഥിരീകരിക്കാനായിട്ടില്ല. CCTV പരിശോധനയിൽ ആരും വീട്ടിലെത്തിയതായി കണ്ടെത്തിയിട്ടില്ല. ഇരുവരുടെയും സംസ്കാരം ഇന്ന് പാല രാമപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ബാഹ്യമായ ഇടപെടലില്ല എന്ന് പറയുമ്പോഴും ഇത്തരം ആരോപണങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ആരോപണങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നതിൽ ഉള്ള CCTV അടക്കമുള്ള പരിശോധനയിലാണ് ഇത്തരം വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഏതെങ്കിലും ശരീരത്ത് മറ്റെന്തെങ്കിലും മർദ്ദനമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മരുന്ന് കുത്തിവെച്ചാണ് മരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതെന്താണ്, എന്ത് വിഷദ്രാവകം എന്നുള്ളത് ആന്തര അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്നോവ കാറിൽ ചിലരെത്തി വിഷ്ണുവിനെ മർദ്ദിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ അങ്ങനെ ആരെങ്കിലും വന്നതായി ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, വിഷ്ണുവിന് വലിയ കടബാധ്യത പല ഇടങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഈ ബ്ലേഡ് പലിശ സംഘം അല്ലാതെ തന്നെ പണം കടം കൊടുത്തവരാരെങ്കിലും വന്നതാണോ എന്ന സംശയം തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അങ്ങനെ ആരും നേരിട്ട് എത്തിയതായിട്ടുള്ള വിവരമില്ല. കോടതിയിൽ നടക്കം ചില നോട്ടീസുകളും മറ്റും വിഷ്ണുവിന് ഈ പണം ഇടപാട് ചെക്ക് ബൗൺസ് ആവുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ആശുപത്രിയിലെത്തി ഈ ഭാര്യ രശ്മിയെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ആരോപണങ്ങൾക്കും അതിന്റെ ഹോസ്റ്റലിലെത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണങ്ങൾക്കും കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്ന് തന്നെ ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഇന്നലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് രാമപുരം കൂടപ്പുലത്തെ വീട്ടുവളപ്പിൽ, വിഷ്ണുവിന്റെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. കൂത്തുപറമ്പ് മാനന്തേരി സത്രം സ്വദേശി ബിപിൻ ദാസിന്റെയും ഡോക്ടർ സുപ്രിയയുടെയും മകൻ യാഷ്വിക്കിന്റെ 2ാം പിറന്നാളാണ്. യാഷ്വിക്കിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ചങ്ങരംകുളങ്ങരയിലെ ജയേഷ് ശ്യാമ ദമ്പതികളുടെ മകൾ ധ്രുവിക ജയയുടെ 4ാം പിറന്നാളാണ്. ധ്രുവിക കുട്ടിക്കും പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. രാവിലെയിൽ നമ്മൾ ഒരു ഇടവേള എടുക്കുന്നു. ഇനി പോലീസ് പെട്രോൾ കാണാം.